ഈനോക്കിന്റെ അഥവാ ഹാനോക്കിന്റെ പുസ്തകത്തിന്റെ മലയാളത്തിലെ പരിഭാഷ പ്രസിദ്ധീകരണം ഞാൻ താൽക്കാലികമായി നിർത്തിവെക്കുകയാണ്. തെറ്റിദ്ധരിപ്പിക്കുന്ന വീഡിയോകൾ, പൂർണ്ണമല്ലാത്ത വിശദീകരണങ്ങളോടുകൂടി ഓൺലൈനിൽ പ്രചരിക്കുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടതിനാലാണത്. തുടർഭാഗങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് ഒരു മലയാളം പ്രസാധക എന്ന നിലയിൽ വ്യക്തത നൽകേണ്ട ഉത്തരവാദിത്തം എനിക്കുള്ളതിനാലാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. പ്രധാനമായി 5 ആക്ഷേപങ്ങൾ എനിക്കതിൽ കാണുവാൻ കഴിഞ്ഞു. അതെന്തൊക്കെയാണ്? അത് എത്രമാത്രം ശരി എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. 1. മക്കാബിയൻ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന വ്യക്തികളാണ് ഈനോക്കിന്റെ പുസ്തകങ്ങൾ എഴുതിയത്. 2. രചയിതാക്കൾ അവരുടെ ജീവിതകാലത്ത് നടന്ന സംഭവങ്ങളെ മാത്രമേ വിവരിച്ചിട്ടുള്ളൂ. അവ യഥാർത്ഥ പ്രവചനങ്ങളല്ല. 3. അതിനാൽ ഇവയുടെ ഉള്ളടക്കം ഈനോക്കിന്റെ സ്വന്തം വാക്കുകളാകുവാൻ സാധ്യതയില്ല. 4. ജൂതന്മാരും ക്രിസ്ത്യാനികളും ഒരുപോലെ ആ പുസ്തകം വിശുദ്ധ ഗ്രന്ഥമല്ല എന്ന് കണ്ടതിനാൽ തള്ളിക്കളഞ്ഞു. 5. ചില വിമർശകർ ഇതിനെ വ്യാജ നിർമ്മിതി അല്ലെങ്കിൽ സൂഡേപ്പിഗ്രാഫൽ കൃതി എന്ന് വിളിക്കുന്നു. ഒന്നാമതായി നാം പരിശോധിക്കുന്നത് ഈ മക്കാബിയൻ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന വ്യക്തികളാണ് ഈനോക്കിന്റെ പുസ്തകങ്ങൾ എഴുതിയത് എന്ന ആക്ഷേപമാണ്. ഈ അവകാശവാദം സൂചിപ്പിക്കുന്നത് എഴുത്തുകൾ ഈനോക്കിന്റെ സ്വന്തം വാക്കുകളല്ല, പിൽക്കാല രചനകളാണെന്നാണ്. അതെ, അത് തന്നെയാണ് ഈ ബുക്കുകളും വെളിപ്പെടുത്തുന്നത്. ഈനോക്കിന്റെ ആദ്യ ബുക്കായ വാച്ചേഴ്സ് തുടങ്ങുന്നത് തന്നെ ഇതിലെ വാക്കുകൾ അനുഗ്രഹീതനായ ഈനോക്കിന്റെ ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഈനോക്കിന്റെ ഉപദേശപ്രകാരം അദ്ദേഹത്തിന്റെ വാക്കുകൾ പിൽക്കാല തലമുറകൾ വിശ്വസ്തയോടെ സംരക്ഷിക്കുന്നു എന്നിത് കാണിക്കുന്നു. മക്കാബിയൻ രചയിതാവിനേക്കാൾ ഈനോക്കിന്റെ ഉത്ഭവത്തെ പിന്തുണയ്ക്കുന്ന വാക്കുകൾ നമുക്ക് ഈ ബുക്കിനുള്ളിൽ തന്നെ കാണാം. രണ്ടാമത്തെ വിമർശനം, എഴുത്തുകാർ അവരുടെ ജീവിതകാലത്തിൽ നടന്ന സംഭവങ്ങളാണ് പ്രവചനങ്ങളായി എടുത്തു കാണിക്കുന്നത്. അതിനാൽ അവ യഥാർത്ഥ പ്രവചനങ്ങൾ അല്ല. ഈനോക്കിന്റെ പുസ്തകം പരിശോധിച്ചാൽ നമുക്ക് കാണാം ഭൂതകാല ഭാവി സംഭവങ്ങൾ അതിൽ അടങ്ങിയിരിക്കുന്നു എന്ന്. ഇതിൽ എഴുത്തുകാരുടെ കാലത്തിന് മുമ്പ് തന്നെ സംഭവിച്ചവയുടെ വിവരങ്ങൾ ഉൾപ്പെടുന്നു. കൂടാതെ ഭാവിയിൽ നടക്കാനിരിക്കുന്നതും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതുമായ സംഭവങ്ങളും ഇതിൽ അടങ്ങിയിരിക്കുന്നു. അതിനാൽ ഇത് കഴിഞ്ഞ കാല സംഭവങ്ങളിൽ മാത്രം ഒതുങ്ങുന്നില്ല. രണ്ടാമതായി, എഴുത്തുകാർ സ്വന്തം കാലഘട്ടത്തിൽ ഒതുങ്ങി നിന്നില്ല എന്നുള്ളത് നമുക്ക് കാണാം. അവർ നിവർത്തിയേറിയ സംഭവങ്ങൾ മാത്രം രേഖപ്പെടുത്തുവാൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ പുസ്തകം അവരുടെ തലമുറയിലെ സംഭവങ്ങളോടെ അവസാനിക്കുമായിരുന്നു. പക്ഷേ ജീവിതകാലം മുഴുവനും തുടരുന്ന ഭാവിയിലെ ന്യായവിധിയും മിശിഹായുടെ രാജ്യം വരെ ഇതിൽ ഉൾപ്പെടുന്നു. 3. ഭൂമിയുടെ നാശം വരെ നീളുന്ന ഒരു രൂപരേഖ ഈനോക്ക് അവതരിപ്പിക്കുന്നു. അന്തിമ ന്യായവിധിയിലേക്കും ഭൂമിയുടെ പുതുക്കലിലേക്ക് നയിക്കുന്ന ഭാവി സംഭവങ്ങളുടെ ഒരു ശ്രേണി ഈ പുസ്തകത്തിൽ അടങ്ങിയിരിക്കുന്നു. ഇത് കാണിക്കുന്നത് ഉള്ളടക്കം രചയിതാക്കളുടെ ചരിത്ര കാലഘട്ടത്തിന് അപ്പുറത്തേക്ക് പോകുന്നു എന്നാണ്. മൂന്നാമത്തെ വിമർശനം, ഈനോക്കിന്റെ വാക്കുകൾ അല്ല അത്. എഴുത്തുകാരൻ ഈനോക്കിന്റെ പേര് ഉപയോഗിച്ചിരിക്കുകയാണ് എന്നതാണ്. അതെ, ഈനോക്കല്ല ഇത് എഴുതിയത്. ഈ സത്യം ഈ ബുക്കിൽ തന്നെയുണ്ട്. സ്പഷ്ടമായി കാണിക്കുന്ന 2 വരികൾ ഒന്നാം പുസ്തകത്തിൽ, അതായത് വാച്ചേഴ്സിൽ തന്നെയുണ്ട്. അത് മറ്റൊരുവൻ സംസാരിക്കുന്നതായിട്ടാണ്. ഒന്നാം വാക്യം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ഈനോക്കിന്റെ അനുഗ്രഹത്തിന്റെ വാക്കുകളാണിവ. ഈനോക്കല്ല ഇത് എഴുതിയത് എന്നതിന്റെ ഒരു ഉത്തമ തെളിവാണിത്. അത് ഈനോക്കായിരുന്നുവെങ്കിൽ ഇവയാണ് എന്റെ അനുഗ്രഹങ്ങളുടെ വാക്കുകൾ എന്നായിരുന്നേനെ പറയുക. നമുക്ക് ഒന്നാം ബുക്കായ വാച്ചേഴ്സിന്റെ
1 അധ്യായത്തിലെ 2 വാക്യം കൂടി ഒന്ന് കേൾക്കാം. അതിന്റെ തുടക്കം ഈനോക്ക് കഥ പറയുവാൻ തുടങ്ങി എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതിൽ കാണുന്ന 3 വ്യക്തിപ്രയോഗത്തിൽ കൂടി ഇതിന്റെ എഴുത്തുകാരൻ ഈ പുസ്തകം ഈനോക്ക് എഴുതിയതല്ല, ഈനോക്കിന്റെ വാക്കുകളാണ് രേഖപ്പെടുത്തുന്നത് എന്ന് കാണിച്ചു തരുന്നു. ഈ 2 വാക്യങ്ങളും ഈനോക്കാണ് ഇത് എഴുതിയതെന്ന് വരുത്തി തീർക്കുവാൻ ആ എഴുത്തുകാരൻ ശ്രമിച്ചിട്ടില്ല എന്നതിന്റെയും കൂടെ തെളിവാണിത്. ഈനോക്ക് ശരിക്കും പുസ്തകങ്ങൾ എഴുതിയോ? ഈനോക്കിന്റെ 1 പുസ്തകത്തിന്റെ ആദ്യ ഭാഗങ്ങളിൽ, അതായത് വാച്ചേഴ്സിൽ, ഈനോക്ക് എന്തെങ്കിലും എഴുതിയതായി പറയുന്നില്ല. സ്വർഗത്തിൽ നിന്നും ദർശനങ്ങൾ ലഭിച്ചു മടങ്ങി വരുമ്പോൾ ഇവയൊക്കെയും തന്റെ കുട്ടികളെ അറിയിക്കുകയാണ് ചെയ്യുന്നത്. വാക്കാലുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നു. ഇതുകൊണ്ടാണ് ഈനോക്ക് സ്വയം പുസ്തകങ്ങൾ എഴുതിയിട്ടില്ലെന്ന് ഇതുവരെ പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഒരു ചോദ്യം ഉയരുന്നു, ശരിക്കും ഈനോക്ക് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ടോ? ഇതേ പുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്കതൊന്ന് പരിശോധിക്കാം. ഈനോക്ക് ഭൂമിയിലെ മാത്രമല്ല സ്വർഗത്തിലെയും എഴുത്തുകാരൻ എന്ന് കാണിക്കുന്ന വാക്യങ്ങൾ ഈ ഗ്രന്ഥത്തിൽ ഉണ്ട്. അതിന്റെ എല്ലാം റെഫറൻസ് ഈ സ്ലൈഡിൽ കൊടുത്തിട്ടുണ്ട്. മെതുശലാഹ് ഈനോക്കിന്റെ പുസ്തകങ്ങളുടെ സ്വീകർത്താവ് എന്ന നിലയിൽ പുസ്തകത്തിന്റെ അവസാനത്തോടടുക്കുമ്പോൾ ഒരു പുതിയ വിവരണം പ്രത്യക്ഷപ്പെടുന്നു. 1 ഈനോക്ക് 92:1 എഴുത്തുകാരനായ ഈനോക്കിനാൽ എഴുതപ്പെട്ടത് എന്ന് വളരെ ക്ലിയറായി പറഞ്ഞിരിക്കുന്നു. 108:10 ഈനോക്ക് പുസ്തകങ്ങളിലെ അനുഗ്രഹങ്ങൾ താൻ ഓർത്ത് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നു. കൂടാതെ മെതുശലാഹിന് ഈ എഴുത്തുകൾ ലഭിച്ചുവെന്നും വാക്യം കാണിക്കുന്നു. ഇതിന്റെ അർത്ഥം ദൈവം ഈനോക്കിനെ തന്റെ പുത്രന്മാരുടെ അടുക്കിലേക്ക് കുറച്ചു കാലത്തേക്ക് തിരിച്ചയച്ചതിന് ശേഷമാണ് എഴുത്ത് നടന്നത് എന്നാണ്. കാരണം മെതുശലാമിന് വേണ്ടി ഒരു പതിപ്പ് കൂടി ഈനോക്ക് എഴുതി ഉണ്ടാക്കി എന്ന് 108:1 പറയുന്നു. എന്നാൽ കിട്ടിയ മാനുസ്ക്രിപ്റ്റ് ഒന്നും ഒറിജിനൽ അല്ല. അപ്പോൾ പിന്നെ ഒറിജിനൽ എവിടെ പോയി? ഈനോക്ക് എഴുതിയ യഥാർത്ഥ പുസ്തകത്തിന്റെ കസ്റ്റഡി പാരമ്പര്യമായി കിട്ടിയത് ആർക്കൊക്കെ എന്ന് നമുക്ക് നോക്കാം. ആദമിൽ നിന്നും 7ാമനായ ഈനോക്കിനാൽ പുസ്തകം എഴുതപ്പെടുന്നു. ഈനോക്ക് അത് മൂത്ത പുത്രൻ മെതുശലാമിന് തലമുറയായി കൈമാറണം എന്ന ഉപദേശത്തോടുകൂടി കൊടുക്കുന്നു. ഏറ്റവും കൂടുതൽ കാലം 969 വർഷം ജീവിച്ചിരുന്ന മെതുശലാം അത് ലാമേക്കിന് കൈമാറുന്നു. ലാമേക്കിൽ നോഹയ്ക്കും. നോഹ അത് വെള്ളപ്പൊക്കത്തിൽ താൻ ഉണ്ടാക്കിയ പെട്ടകത്തിലേക്ക് കൊണ്ടുപോയി അതിനെ സംരക്ഷിച്ച് ഷേമിന് കൈമാറുന്നു. ഷേം അത് അബ്രഹാമിനും അബ്രഹാം ലെവിക്കും കൈമാറുന്നു. അതായത് അബ്രഹാമിന്റെ കൊച്ചുമകന്. ലെവി മോശയ്ക്കും മോശ ഇസ്രായേൽ ജനതയ്ക്കും കൈമാറുന്നു. ഷേം ഈനോക്കിന്റെ പുസ്തകം എത്യോപ്യയിലേക്ക് കൊണ്ടുപോയി എന്നൊരു പാരമ്പര്യ കഥയുണ്ട്. അതിനെ പിന്തുണയ്ക്കുന്ന യാതൊരു പുരാതന രേഖയുമില്ല. എത്യോപ്യൻ ബൈബിളിൽ 81-88 പുസ്തകങ്ങൾ ഉള്ളത് പുരാതന ജൂത സമൂഹങ്ങൾ സംരക്ഷിച്ച ഗ്രന്ഥങ്ങൾ പിന്നീട് ഗെയ്സ് ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തതിനാലാണ്. അതുകൊണ്ട് ഈനോക്കിന്റെ പുസ്തകം എത്യോപ്യയിൽ നിലനിന്നു. ഷേം കൊണ്ടുപോയത് കൊണ്ടല്ല എന്നും ചിലർ അഭിപ്രായപ്പെടുന്നു. 4 ഈനോക്കിന്റെ പുസ്തകങ്ങൾക്ക് മുമ്പ് തന്നെ പുരാതന തിരുവെഴുത്തുകൾ നിലവിലുണ്ടായിരുന്നു. യഹൂദരുടെ തനഖ്, ക്രിസ്ത്യൻസിന്റെ ഇപ്പോഴത്തെ പഴയ നിയമം. ഈനോക്കിൻ പുസ്തകങ്ങൾക്ക് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതപ്പെട്ടവയാണിത്. ഈനോക്കിന്റെ വെളിപ്പെടുത്തുകൾ സമാഹരിക്കുന്നതിന് മുമ്പ് തലമുറകളിലൂടെ വാമൊഴിയായി കൈമാറ്റം ചെയ്യപ്പെട്ടതിനാൽ ബൈബിൾ ആദ്യകാല ലിഖിത രേഖയായി മാറി. തനക്കിന്റെ ലിഖിത തിരുവെഴുത്തുകൾ നേരത്തെ പ്രത്യക്ഷപ്പെട്ടു. പക്ഷെ ഹാനോക്കിന്റെ സന്ദേശം തന്നെ പുരാതനവും വിശ്വസ്തയോടെ സംരക്ഷിക്കപ്പെട്ടതുമാണ്. തലമുറയായി പ്രവാചകന്മാർ ഇസ്രായേലിനെ ഈനോക്ക് ആദ്യം പഠിപ്പിച്ച നീതിനിഷ്ഠമായ പാതയിലേക്ക് തിരികെ കൊണ്ടുവരുവാൻ ഈനോക്ക് ചെയ്തിരുന്നത് പോലെ ആവർത്തിച്ച് വിളിച്ചുകൊണ്ടിരുന്നു.
അവരുടെ മുന്നറിയിപ്പുകളും തിരുത്തലുകളും പ്രബോധനങ്ങളും പുതിയ ഉപദേശങ്ങളല്ല, മറിച്ച് ഈനോക്കിന്റെ പഠിപ്പിക്കലുകളിൽ നിന്ന് സംരക്ഷിക്കപ്പെട്ട പുരാതന വിശുദ്ധിയുടെ വഴിയെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകളായിരുന്നു. ജനത പാപത്തിലേക്ക് വഴുതിപ്പോയപ്പോഴെല്ലാം ദൈവം പ്രവാചകന്മാരെ എഴുന്നേൽപ്പിച്ചു. തിരികെ വരിക, നേരോടെ നടക്കുക, ഉടമ്പടി വിശ്വാസത്തെ പുനഃസ്ഥാപിക്കുക എന്ന ഈനോക്കിന്റെ സന്ദേശം പ്രതിധ്വനിപ്പിച്ചു. ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ഉടനീളം ധാർമ്മികവും പ്രവാചകപരവുമായ പാരമ്പര്യത്തെ ഈനോക്കിന്റെ അടിസ്ഥാന പ്രബോധനം രൂപപ്പെടുത്തിയെന്ന് ഈ തുടർച്ച കാണിക്കുന്നു. പിൽക്കാല ബൈബിൾ രചനകളിൽ കണ്ടെത്തിയ വിഷയങ്ങൾ ഈനോക്ക് പങ്കുവയ്ക്കുന്നതാണ്. ബൈബിൾ പ്രവാചകന്മാർ ഈനോക്കിനെ നേരിട്ട് ഉദ്ധരിക്കുന്നില്ലെങ്കിലും ന്യായവിധി, നീതി, ഭാവി, പുനഃസ്ഥാപനം തുടങ്ങിയ വിഷയങ്ങൾ ഈനോക്കിൽ നിന്ന് പിൽക്കാല തിരുവെഴുത്തുകളിൽ പ്രത്യക്ഷപ്പെടുന്നു. ഈനോക്കിന്റെ വാക്കുകൾ പുത്രന്മാരും ലേഖകരും സംരക്ഷിച്ച് കൈമാറിയതായി നാം കണ്ടു. എന്നാൽ വ്യക്തമായ പാരമ്പര്യത്തോടുകൂടി ആയിട്ടും പുസ്തകം പിന്നീട് നിരസിക്കപ്പെട്ടു. അതിനാൽ അടുത്തതായി യഹൂദരും ക്രിസ്ത്യാനികളും അതിനെ കനോനിൽ ഉൾപ്പെടുത്താതിരുന്നതിന്റെ കാരണം കൂടി നമുക്ക് പരിശോധിക്കാം. അടുത്ത വീഡിയോയിൽ വഞ്ചന ഒഴിവാക്കുവാൻ സഹായിക്കുന്ന 2 പ്രധാന കാര്യങ്ങൾ കൂടി ഞാൻ കാണിക്കും. തെറ്റായ വ്യാഖ്യാനങ്ങൾ നൽകി ആരും നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാതിരിക്കുവാൻ എപ്പോഴും വിമർശനങ്ങൾ ഉൾക്കൊള്ളുന്ന വീഡിയോകൾ ശ്രദ്ധാപൂർവം പരിശോധിക്കുക. ഈ വിശദീകരണങ്ങൾ സഹായകരമാണെന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ ദയവായി പിന്തുണയ്ക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരുമായി പങ്കിടുക.